everyone to your favorite show. ചേച്ചി വന്നപ്പോഴേ സ്കൂളിലെ ഫാൻസി ഡ്രസ് ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. ഇത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവർ എന്തോ ഒരു സർപ്രൈസ് ഇങ്ങനെ ഒരുക്കിയിരിക്കുക. നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. അത് ഉല്ലാസിന്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞു പോട്ടെ, സാരല്ല. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ കൊള്ളാൻ തോന്നി. പക്ഷേ തോൽവിയാണല്ലോ. ഐശ്വര്യമായിട്ട് നമുക്ക് ചന്ദനക്കുറി ഇട്ടങ്ങോട്ട് തുടങ്ങാം. അത് തന്നെ. അണ്ണങ്കുര ക്ഷേത്രത്തിലെ ഒരു കച്ചേരി വേണമായിരുന്നു. അപ്പൊ ഈ കടവുണ്ട്, പാട്ടും പാടും, പിന്നെ ഈ ഭരതനാട്യം ഒപ്പം കിട്ടുമോ? കുതിരക്കാരാ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുതിര എവിടെ കിട്ടിയിരിക്കുന്നു? മസനഗുഡി വഴി ഊട്ടിക്ക് പോയിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പൊ ഈ മെനകെട്ടവന്റെ കുതിരയെ അവിടെ കാണാം. സന്ധ്യേ, എന്തോ എനിക്ക് എന്റെ മനസ്സ് നിറയെ എപ്പോഴും സന്ധ്യയാണ്. അന്നേരം നിനക്ക് പകലും രാത്രിയൊന്നും ഇല്ലേ? എന്തെങ്കിലും ഒരു സാധനം ചെയ്തു വരുമ്പോൾ ഇതുപോലുള്ള വേട്ടാവളിയന്മാരാണ് ഇത് തകർക്കുന്നത്. ഉല്ലാസ് ഇത് തന്നെയല്ല അവരോടും കാണിക്കുന്നത്. അത് തന്നെ അവരും കാണിച്ച. അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? നമ്മുടെ കല്യാണ തലേന്ന് ബിനീഷ് ബാസ്റ്റിന്റെ ഒരു ഗാനമേള വെക്കാം. എന്താ? എത്ര വർഷമായിട്ട് നീ ഇത് അനുഭവിക്കുന്നു, എന്നിട്ട് നിനക്ക് മാത്രം മടുത്തില്ല ഇത്? പാവല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം ബിനീഷ് ഡേഞ്ചർ ഗാനമേള. അപ്പൊ രണ്ടും ദുരന്തം ഒരുമിച്ചാവും. ഒരേ സമയം കഴിഞ്ഞു പോവല്ലോ. എന്നാ ചേട്ടാ, എനിക്ക് ചേട്ടനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാ പറ. എന്റെ അമ്മാവന്റെ മകൻ ഗോപിയുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താ? ഗോപി, എന്റെ അമ്മാവന്റെ മോനെ കല്യാണം ഉറപ്പിച്ചേക്കാ വീട്ടുകാര്. ഗോപിയായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം ഗോപി. അങ്ങനെ കൂട്ടിയാ മതി, മനസ്സിലായോ? ഇനി എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ സന്ധ്യയെ. എന്താ ഏട്ടാ? നിന്റെ വീട്ടിൽ വന്ന് നിന്നെ തട്ടിക്കൊണ്ടു പോകും ഞാൻ. അയ്യോ, എന്റെ അച്ഛനത് ഇഷ്ടാവൂല. എന്നാ അച്ഛനെ തട്ടിട്ട് നിന്നെ കൊണ്ടുപോകും ഞാൻ. നിങ്ങൾ ഇത്ര നീചനാണോ ചേട്ടാ? നിങ്ങളുടെ മനസ്സ് ഇത്ര വികൃതമാണോ? സന്ധ്യയെ, മേനകയുടെ മുഖമുള്ള മങ്ങാമഹേഷ് നാടകം തകർത്തഭിനയിക്കുന്നുണ്ട് തട്ടിൽ. നിങ്ങളുടെ ഒപ്പം ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ ജീവിക്കില്ല. വെറുത്തുപോയി. എനിക്ക് ലെവല് പോയില്ലേ? എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനിത് തുറന്നു പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. തുറന്നു പറയണവരും ഇഷ്ടം. എന്റെ മനസ്സിലുള്ളതെല്ലാം
ഞാൻ ഈ കത്തിൽ ഇത് വായിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. ഞാനിതൊന്ന് വായിച്ചോട്ടെ. വായിച്ചോട്ടെ. ആ വായിക്കട്ടെ. ശരി, പഠനകാര്യത്തിൽ പിന്നോട്ടാണല്ലോ. കുറെ നേരമുള്ള വായിക്കട്ടെ വായിക്കട്ടെ ചോദിക്കുന്നു. പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇത് പറയാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് പുഴുക്കുന്ന ഈ ശങ്കറിനെ കൈയടിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ആക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുള്ള കാര്യം ചേട്ടാ. ഒരു സെക്കൻഡ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. കാരണം ചേട്ടന് ഇഷ്ടമെന്ന് പറഞ്ഞതെങ്കിൽ അമ്മാവന്മാരെ ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ അല്ലേ? ആ 2 കൈ ഒന്ന് എടുക്കൂ. ഫ്രീ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉല്ലാസിനെ ഞാൻ ആ രൂപം ഒന്നും കണ്ടില്ല. ശങ്കരേട്ടനെയാണ് ഞാൻ കണ്ടത്. സത്യമായിട്ട് നന്നായിട്ട്. അതേപോലെ ഷാലു അതുപോലെയായിരുന്നു കേട്ടോ. അസലായിട്ട് ചെയ്തു കേട്ടോ. ഷാലു, റിമൈൻഡ് യു സംതിങ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് മുമ്പ് ക്ലാസിക്കൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഇടക്കാലം വെച്ച് എനിക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് ഡാൻസിന്റെ 2-3 സ്റ്റെപ്സ് എങ്കിലും വെക്കുന്ന ഇപ്പൊ ഈ സ്റ്റാർ മാജിക് ഫ്ലോറിൽ വന്നിട്ട് ചേച്ചിയുടെ പാട്ട് വെച്ചിട്ടാണ്. എന്റെ പാട്ട് തന്നെ എടുത്ത് അതിന് ചെയ്തതുകൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ. അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി അടുത്തതേ ദേവദാരു. ഒന്ന് പൂത്താലോ? പൂക്കട്ടെ. അങ്ങട് ശോഭ എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചെന്നറിയോ? കുതിരവട്ടം. അതും അല്ലെങ്കിൽ ബിവറേജിന്റെ ഫ്രണ്ട് വെച്ച്. അല്ല, എന്നെ കാണുമ്പോ ഇയാളുണ്ടായിരുന്ന ബിവറേജില്? ഞാനവിടെ ബില്ലടിക്കുന്ന ഞാനാണ്. അതറിയത്തില്ലേ? ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ശോഭയെ ആദ്യമായിട്ട് കണ്ടത്. അമ്പലത്തിൽ പോവാറുണ്ടല്ലേ? പിന്നെ അതെ, അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ ചെരുപ്പടിച്ച് മാറ്റാന്ന് മാത്രം. ഇവര് പിന്നെ അതിനുവേണ്ടി അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. ഒരു പാട്ടങ്ങ് നിന്ന് കീച്ചാൽ മതി, ചെരുപ്പ് വന്നുകൊണ്ടിരിക്കും. എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ശോഭയ്ക്കറിയോ? ഇല്ല. ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചതുപോലെ ഒരു താജ്മഹൽ ഞാൻ നിനക്ക് വേണ്ടി പണം തരട്ടെ. താജ്മഹൽ കക്കൂസിന്റെ ഫ്രണ്ടിലെ ഫ്ലെക്സ് എടുത്ത് മാറ്റിയായിരുന്നു. ശോഭ, എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കല്യാണം ഉടനടി നടക്കും. പ്രേം. എന്താ വിളിച്ചേ? പ്രേം. ഇത്ര നല്ല പേരാണ് എൻ്റെ.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൈനോട്ടക്കാരിയെ കണ്ടായിരുന്നു. Yeah. കൈനോട്ടക്കാരി എന്റെ കൈ നോക്കി എന്താ പറഞ്ഞെന്നറിയോ? എന്ത് പറഞ്ഞു? എന്റെ കല്യാണം ഉടനെ നടക്കുന്ന. ഭാഗ്യം ശോഭ, എനിക്ക് സന്തോഷമായി. എന്തിന്? നമ്മുടെ കല്യാണം ഉടനടി നടക്കാൻ പോയല്ലേ? അയ്യോ, നമ്മുടെ കല്യാണം നടക്കുന്നല്ല, പിന്നെ? എന്റെ കല്യാണം ഉടനെ നടക്കുന്ന പറഞ്ഞ. തന്റെ കല്യാണം എപ്പോഴും നടക്കുന്ന എനിക്കറിയില്ല. ശോഭേ, മൃദുല അടിപൊളിയായിരുന്നു കേട്ടോ. ആഹാ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അവിടെ നിൽക്കുന്ന പോലെ തോന്നി. സുമ ഇടയ്ക്ക ശങ്കറാവും, പിന്നെ ശങ്കർ ലാലാവും, പിന്നെ ശങ്കർ ലാൽ ഉമ്മറാവും. ഇതിനും ഭേദം ഇങ്ങനെ പിടിച്ചൊന്ന് കേൾക്കുക എന്നാ മതിയായിരുന്നു. അതൊക്കെ നമുക്കൊരു ഭാഗത്ത് വയ്ക്കാം. ഇവിടെ ഇരുന്ന് ഉരുകുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം ചോദിക്കാം. കഴിഞ്ഞ സംഭവം ചെറുതായിട്ടൊന്ന് ചീറ്റി പോയെങ്കിൽ ഇത് വളരെ ഡബിൾ ആയിട്ട് വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും ചെയ്തത്. യുവ അവര് മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ ചാപ്പാടൊക്കെ കൊടുത്തപ്പോ എന്ത് തോന്നി? അതേപോലെ പോയി കിടക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, മടി കിടന്നില്ല. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നത്. സുമയുടെ പെർഫോമൻസ് അനുസരിച്ചാണ് പേരന്റെ കോസ്റ്റ്യൂം നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ പെർഫോമൻസ് അനുസരിച്ച് രണ്ടാമത്തെ പെർഫോമൻസ് പേരിന് നമ്മൾ കമ്പിളി കൊടുത്തു. ഇനി അടുത്ത പെർഫോമൻസിൽ നമ്മൾ PPT കിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അതേപോലെ എനിക്ക് കോമഡി ചെയ്യാൻ അറിയില്ല, പക്ഷേ സുമയുടെ കോമഡി വളരെയധികം ഹൈപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഞാനൊരു ആക്ഷൻ പെർഫോമൻസ് എനിക്ക് നടത്തേണ്ടി വരും. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ളൊരു. അല്ല ചേച്ചി, ഞാൻ കഥാപാത്രത്തെ ഇങ്ങനെ ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരാളാ. അത് കണ്ടപ്പോ മനസ്സിലായി വേറൊരാളല്ല, ആളുകളായി. ഇതെല്ലാം കഴിയുകയാണെങ്കിലും ഇനി ഒരുത്തൻ വരാനുണ്ട്. ഒരു എലി ഡ്രസ് ഇട്ടൊരു. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ഒറ്റയ്ക്ക് ഹലോ ഞങ്ങൾ തീരുമാനിക്കാം കൈയടിക്കണോ വേണ്ടത്. വന്ന് പെർഫോം ചെയ്യൂ. ചെല്ല് ചെല്ല് ചെല്ല്. ശോഭേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? യേശുദാസ് സാർ പാടിയതുകൊണ്ട് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഡാൻസ് അത് മഹാകൂറായിരുന്നു. ഡാൻസ് മാത്രം ഇവനെന്ത് കൂറയെന്നറിയോ? ഇവനെ പോലെ തന്നെ. എനിക്കൊരു കാര്യം, ഞാൻ മേനക മേഡത്തിന്റെ കൂടെ കളിച്ച ഡിസ്കോ ഞാൻ ഒന്ന് കളിക്കാം. അത് ഇഷ്ടപ്പെടുമോ നോക്കട്ടെ.
നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിച്ചാലോ? ഒരുമിച്ച് മരിക്കാനോ? അതിനു മുമ്പ് നിന്നാരും തല്ലി കൊല്ലും. എന്നെ ശരിക്കും ഇഷ്ടമാണോ? ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. നിന്റെ പേരിൽ ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും? ആ, സത്യമാണോ പറയുന്നേ? സത്യമാണ്. ഏത് ബാങ്കിലാ തുടങ്ങിയേ? ബാങ്കിലല്ല, പിന്നെ? ഫേസ്ബുക്കിൽ. ഇപ്പൊ ഫേസ്ബുക്കിൽ തുടങ്ങി, ഇനി ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങും, പിന്നെ വാട്സപ്പിൽ തുടങ്ങും. അങ്ങനെയൊക്കെ. അപ്പൊ എന്നെ ഇത്ര നാളും കബളിപ്പിക്കുകയായിരുന്നല്ലേ? ഒരിക്കലും ഞാൻ നിന്നെ കബളിപ്പിച്ചിട്ടില്ല. ശോഭയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർണം മേടിച്ചു തരും, കാർ മേടിച്ചു തരും, നെക്ലസ് മേടിച്ചു തരും, സ്ഥലം മേടിച്ചു തരും, വീട് മേടിച്ചു തരും. ഞാൻ എന്ത് വേണം ഞാൻ ശോഭയ്ക്ക് ഞാൻ മേടിച്ചു തരും. എനിക്കൊന്നും വേണ്ട. ഇതിലും ഒത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എന്താ? അതിന് നീ തയ്യാറാക്കിയോ? ആ. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ. കൊള്ളാം. വളരെ നന്നായി. അല്ല, ഇതിലും ഒത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്താ? അടുത്ത എന്റെ പറയുന്നത് ഞാൻ എടുക്കാം. ഒരു ജെം ഓഫ് ടാലന്റ് എന്നൊക്കെ പറയില്ലേ, എത്ര പേരെ കാണിച്ചല്ലേ? ബഞ്ച് ഓഫ് ടാലൻസ്. താങ്ക് യു. സൂപ്പർ, നന്നായിരുന്നു. എന്തൊരു എനർജിയാണ്. ഞാനിപ്പോ തങ്കച്ചന്റെ ഫാനായി. ആൻഡ് യു അനു ഓൾസോ വെരി നൈസ്. എനിക്ക് പെർഫോം ചെയ്ത് ഇഷ്ടപ്പെട്ടത് അനുവിന്റെ ആയിരുന്നു. സുമ എടുത്ത് ചോദിച്ചോ? ഇവിടെ വന്നിരിക്കുക. ഇവിടെ വന്നിരിക്കൂ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ല ഞാൻ അവിടെ വന്നിരുന്ന തിങ്ങിയിരിക്കണ്ടേ? അവിടെ ഇരിക്കാം. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദിച്ചു മേടിച്ചു. സുമയുടെ ദിവസമാണെന്നല്ലേ ബാവേ? സുമ ഒരു കാര്യം മനസ്സിലാക്കണേ, കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ വഴക്ക് പറയുന്നത് അത് മനസ്സിലാക്കിക്കോ. ഇന്നത്തെ നറുക്ക് വീണിട്ടുള്ളത് മറ്റാർക്കും അല്ല, കൈയടിക്കൂ നമ്മുടെ വാവയ്ക്ക്. ഓക്കേ, വാവയ്ക്കൊരു കുഞ്ഞു വാവ. ചേച്ചി എന്ത് തോന്നി? നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ചേച്ചിക്ക് മെമ്മറീസ് റീകളക്ട് ചെയ്യാനും ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മൾ ശ്രമിച്ചതാണ്. അതിൽ കുറെ ഹ്യൂമർ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു എളിയ ശ്രമമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നാമത്തെ അങ്ങനെ ഒരു ഡെഡിക്കേഷൻ തന്നത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം. എന്നെ വീണ്ടും ആ ഒരു ഓർമ്മയിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കഷ്ടപ്പെട്ട് അഭിനയിച്ച പടങ്ങളുടെ പടം ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. പക്ഷെ നിങ്ങൾ അതിൻ്റെതായിട്ടൊരു രീതിയിൽ അത് ഇവിടെ അവതരിപ്പിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടം. സ്റ്റാർ മാജിക്കിൽ നമ്മൾ രസകരമായിട്ടുള്ള ഒരു ഗെയിമിലേക്ക് പോവാണ്. പോട്ടിൽ കൊടുക്കുക എന്ന് പറയില്ലേ, ചിലത് നമ്മൾ പിന്നീട് ആർക്കെങ്കിലും വേണ്ടി ഓങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിലേ ഇടരുത് എന്ന് പറയുന്നതിന് വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പെടക്കോഴി കുട്ടിക്കോഴി. അപ്പോ ഈ പെടക്കോഴി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടീമിൽ 5 പേര് കോഴികളായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അനു ഒന്നും നോക്കണ്ട, പെടച്ചേക്കുക. അതാണ് പെടക്കോഴി. ഓക്കെ. അപ്പൊ പെടക്കോഴി അതുപോലെ തന്നെ കുട്ടിക്കോഴി എന്നുള്ള ഈ ഒരു ഒരു ടീമിൽ നിന്ന് 5 പേര് നിങ്ങളുടെ കാലെന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. ഈ ഗെയിം കഴിയുമ്പോൾ ആരൊക്കെ മുട്ട ഇടുന്നുള്ളത് കാണാം. ശരി, 2 പേരുടെ
എല്ലാവരുടെ കാലിലും എല്ലാവരുടെ 2 കാലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിക്കോഴിയെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോ നടക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു കോഴികളുടെ ഡേ കെയർ ചെന്ന പോലെയാ. കൊണ്ടിരിക്കും. കോഴി എങ്ങനെ ശബ്ദം ഉണ്ടാക്കുക കേക്കട്ടെ. നമ്മള് കോഴിക്കൊരു ശബ്ദം ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ശബ്ദമാണ് ഈ വെസലിൽ കൂടെ വരാൻ പോണേ കേട്ടോ. ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് അനു എത്താണ്. അനുവിന്റെ കണ്ണ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അനുവിന് കാണാൻ പറ്റില്ല. പക്ഷേ ഈ കോഴിയുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും അനുവിന്റെ കയ്യിൽ നിന്ന് പെട കോഴി വരാൻ പോകുന്നത്. ഓക്കെ, ഗെറ്റ് റെഡി. ഒരാളുടെ ബോഡിയിൽ 5 അടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അനുവിന്റെ മുന്നിൽ അനുവിന്റെ ശ്രദ്ധയിൽ പെടാതെ ആ ഒരു കോഴിയായിട്ട് മുന്നോട്ട് നീങ്ങുക. കോഴിത്തരം നിങ്ങൾ മാറ്റരുത്. നമ്മളിതാ ഗെയിമിലേക്ക് പോകാൻ പോവാണ്. അനു ഇവർക്ക് എല്ലാവർക്കും എതിരായിട്ടാണ് പ്രവർത്തിക്കാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലക്ഷ്മി അത് വെച്ചിട്ട് അവളെ 2 കറക്ക് ഇറക്കണം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഓക്കെ, സ്റ്റാർട്ട്. ജസീൽ എന്താ പരിപാടി? അവരടിക്കാൻ വന്നാണ്, മിറ്റടിക്കാൻ വന്നാണ്. അയ്യോ, ഒരു കോഴി പോയേ. ഗുഡ് ജോബ് അനു, നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. സൂപ്പർ സൂപ്പർ, ഗുഡ് ജോബ് ഗുഡ് ജോബ്. അനുവിന് ശരിക്കും ഒരടിയും കൂടെ ശ്രീവിദ്യ മീൻസ് അടിച്ചിരുന്നെങ്കിൽ ഔട്ടാക്കായിരുന്നു. ജിഷ്ണേട്ടൻ ആക്ച്വലി 4 അടി കൊണ്ടിട്ടുണ്ടായിരുന്നു, 1 അടി. സോ നിങ്ങൾക്ക് 2 പേരും ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ ഓൾ ടോട്ടൽ 2 പോയിന്റ്സ് ആണ് അനുവിന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 2 പേരെയാണ് അനു ഔട്ടാക്കിയത്. ഗുഡ് ജോബ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ, ഇതുവരെ ഭാര്യയായിരുന്നു ഭർത്താവിനെ തല്ലിക്കൊണ്ടിരുന്നിരുന്നത്. അതിനുള്ള പ്രതികാരം വീട്ടാനായിട്ട് ഈ ഗെയിമിൽ ലക്ഷ്മിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അനുവിനൊരു ഈശ്വര പ്രാർത്ഥന. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലയ്ക്ക് 1 അടി മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി 4 അടിയും എനിക്ക് വേണ്ടി അനു വിട്ടു തന്നിരിക്കുകയാണ്. വരണം മിസ്റ്റർ ചൂടൻ. കഴിഞ്ഞ 10 അടിയോളായിട്ട് തന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ണ് ഇത് ഇപ്പോഴാണ് ശരിക്കും ദിഗംബരനായത്. കുട്ടിക്കോഴി പെടക്കോഴി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പിടിക്കണം. 5-6 വട്ടം കറങ്ങും. തങ്കു കാല് ചവിട്ടണം. താഴെ കിട്ടി. തങ്കുവിന് 3 ആയി. മുന്നോട്ട് ആഞ്ഞടി. പറഞ്ഞു കൊടുക്കരുത്. ഒരെണ്ണം മൃദുലക്ക് കിട്ടിക്കഴിഞ്ഞു. ഇരുപതെണ്ണം തങ്കുവിന്. ജസീല 1. ശ്രീവിദ്യ 3. അടിയടാ. നീ അടിക്കാൻ നടക്കണ പിടിക്കാൻ നടക്കണ. ഓക്കെ, ഭാര്യയ്ക്ക് 2 അടി കൊടുക്കാൻ അവസരം പറ്റിയുള്ളൂ.
1 പോയിന്റ് ആണ് യുവർ സ്കോർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് അനുവിന്റെ 2 + 1 ടോട്ടൽ 3. അങ്ങനെയാണെങ്കിൽ ഇനി ബിനീഷ് ബാസിന് ഇറങ്ങിയിട്ട് ഇത് എങ്ങനത്തെ മഹോത്സവമാക്കണം എന്നുള്ളത് നോക്കാം. ഇതിൽ നിങ്ങൾക്കൊരു ഫ്രീ ഗേറ്റ് ഓപ്പണിംഗ് നിങ്ങൾക്ക് തരികയാണ്. ആർക്ക് വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാം. ഒരാൾ മാത്രം കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുക. ബിനീഷ് ബാസിനെ കേട്ടാ മനസ്സിലാവൂ. ബെസ്റ്റ് അനുവാണ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ സെറ്റ്. ഓക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗെറ്റ് റെഡി. അടിയുടെ പൂരവും പൊടിയേരി കഞ്ഞിയായിരിക്കും ഇനി. അടിയുടെ പൂരവും പൊടിയേരി കഞ്ഞിയായിരിക്കും ഇനി. So count down please. 3, 2, 1. എനിക്ക് ഇറക്കി വിടണ്ടേ? ഏത് പൊട്ടനടാ? അറിയില്ല. എടാ അവനില്ലേ ലെഫ്റ്റ് റൈറ്റ് അവൻ അറിഞ്ഞൂടാ. മൂന്നായി. ഫിനിഷ് മേളില് മേളില്. സൈഡ് 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 സൈഡ്. ബിനീഷ് ബാസ്റ്റൻ തലകറങ്ങി. ബിനീഷ് ബാസ്റ്റൻ ചോര കണ്ട തലകറങ്ങി. റോസാപ്പൂവിന്റെ ആ ചുമന്ന കളർ കണ്ടിട്ട് തല കറങ്ങിയത് രാവിലെ. ഫോർട്ട് കൊച്ചിയിലെ ഗുണ്ട ചോര കണ്ട് ഛർദിക്കാൻ വന്നിരിക്കുന്നു, തല കറങ്ങി. നോക്കിയല്ലേ. അങ്ങനെ ബിനീഷ് ബാസ്റ്റൻ ഇതാ ഗെയിം കണ്ടിന്യൂ ചെയ്യാണ്. ഫ്ലോർ ഫ്ലോർ റൈറ്റോ ലെഫ്റ്റ് ലെഫ്റ്റ് ഫ്ലോർ ഫ്ലോറെന്ന് പറയല്ലേ അവൻ അറിയില്ല. റൈറ്റ് വലത്തോട്ട് വലത്തോട്ട് വലത്തോട്ട്. ഫ്ലോർ അല്ല തറ തറ. അയ്യോ മണ്ട. ബാക്ക് ബാക്ക് ബാക്ക്. തല്ലിക്കൊന്നാൽ മാത്രം പോരാ, അവരെ കത്തിച്ചേരെ. ഒരു മനുഷ്യനെ പോലും ഔട്ടാക്കിയില്ല മണ്ട. ഇത് നീ തല്ലുന്നതാണ് ഗെയിം കേട്ടാ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് പൊടി പാകം. ഇതാണ് പറഞ്ഞ ഇതാണ് കറക്റ്റ് മണ്ടമോൽ. അടിയുടെ പൂരം പൊടിയേരി കഞ്ഞി. അടിയുടെ പൂരവും പൊടിയേരി കഞ്ഞിയായിരിക്കും ഇനി. അപ്പൊ ഓപ്പോസിറ്റ് ടീം ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ അടി കിട്ടിയവർ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. 1 ഐശ്വര്യ. 2 ശാലു. കിട്ടും ഇവന്മാരെ കിട്ടും. ഈ മണ്ടന്മാരാണ് എക്കത്ര കിട്ടും നമുക്ക്. ഓക്കെ ഉല്ലാസേട്ടൻ 1 2 3 ശാലു 3. പതുക്കെ പതുക്കെ പതുക്കെ. 5 ശാലു ഔട്ട്. ഈ കളരി നിർത്ത്. ജസീല ജസീല ഇവിടെ ആരുമില്ല. ഇവിടെ ഒരു തട്ടുകടക്കാർ മാത്രമേ ഉള്ളൂ. ജസീല 3 മൂലയ്ക്ക് പതിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇറങ്ങിപ്പോയില്ല ഇനിയും കൊള്ളും. മതി 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 മതി. ഔട്ടായി ഔട്ടായി.
അവളെ കിട്ടിയാൽ വിടരുത്, കൊന്നേക്കണം. 1 more left. കിട്ടിയാൽ ആളാം പൂളം പെട്ടിയേക്കണം. Great, 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 great. 5 പേരെയും ഔട്ട് ആക്കിയിരിക്കുകയാണ് ജസീല. നിലവിലിപ്പോ ഈ ഗെയിമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമുക്ക് ഉല്ലാസേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചോ? സംഭവിച്ചതിന് കുറച്ചുകൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ. എന്തായാലും ഭാഗ്യത്തിന് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെന്ന് എങ്ങനെ വീശിയാലും ആളൊഴിഞ്ഞു മാറുന്നുണ്ട്, വയറ് തള്ളിത്തള്ളി വരുന്നു. ഒരടി കൊള്ളും, എന്നിട്ട് കുനിഞ്ഞൊരൊറ്റ നോട്ടം പൊക്കള് തെറിച്ചു പോയെന്നു. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പൂമ്പിനും മൃദുലായിരിക്കും അവിടെ നിന്ന് വരാൻ പോണേ കേട്ടോ. ഏട്ടാ, ഞാൻ കണ്ണ് തുറന്നിരിക്കുമ്പോ ഒരു ചാട്ടടി മാത്രമേ തരാറുള്ളൂ. കണ്ണടച്ചിട്ട് ഞാൻ എത്ര അടിയാ തരാൻ പോണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നെ ശപിക്കരുത്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വളരെ അഭിമാനപൂർവ്വം 3 അടിയാണ് ഭർത്താവിന് കിട്ടിയത്. You out. ഉല്ലാസേട്ടൻ 2. Yes, Shalu. Okay. അനുവൊക്കെ അവിടെ ഞാറിടാൻ വന്നതാണ്. 2. അനു 4. Okay, Shalu 4. അനു മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അനു ബ്രില്യന്റ് പ്ലേ. കഴിഞ്ഞ തവണ അതെ. എന്ത് ബ്രില്യൻ പ്ലേ അത് നോക്ക്. നടന്നേ ഇതെന്ത് ബ്രില്യൻ പ്ലേ? ഇത് എത്ര സമയം കൊണ്ട് ഇത് ഊരി കളഞ്ഞത്? എവിടെ ഊരി കളഞ്ഞാണോ? ഇതില്ലായിരുന്നു. അനുവിന്റെ കാര്യം പാനലിൽ തീരുമാനിക്കട്ടെ. അനു ആദ്യമേ ഫീൽഡ് ഔട്ടായി, ഇപ്പൊ ഇവിടുന്ന് ഔട്ടായോ? ഹായ്, ഹൗ ആർ യു? ഇത് ഇങ്ങനെ സാധിക്കണോ? ഇതുവരെ ഒരാൾക്കും ഇങ്ങനെ ഒരു അടി കിട്ടിയിട്ടില്ല. യുവ അടിയോടടി. അതാണ് മണപ്പുറത്ത് എന്ന് പറയുന്നത്. കണ്ണ് കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഭർത്താവിനെ അടി കറക്റ്റ് ആയിട്ട് വരും. ലക്ഷ്മി, എന്താ മൃദുലായി കണ്ണ് കാണാൻ ഇത്ര അടി അടിച്ചപ്പോ കണ്ണ് കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ? അപ്പോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ആരാ? ഞങ്ങ ടീം. കൺഗ്രാറ്റുലേഷൻസ് ടു നമ്മുടെ തങ്കു ആപ്പ് ടീം. ഹലോ, എന്താ ഉല്ലാസേട്ട ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ച്? ചില പാട്ടുകൾ വഴിമാറി ഇങ്ങോട്ടൊക്കെ വരുന്നു. ഉല്ലാസേട്ടനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കിട്ടുണ്ണേട്ടൻ ദേ പറയാ, ഞാൻ വരാടാ ഉല്ലാസേ നിന്റെ ചമ്മല് മാറ്റാന്ന്. കിട്ടുണ്ണേട്ടാ ഓടി വരൂ, എന്നെ രക്ഷിക്കൂ. കിട്ടുണ്ണേട്ടാ, ഇതെന്തെങ്കിലും ചിരിച്ചോണ്ട് വരണേ? പിന്നെ അത്രയും കാറ്റുകൊണ്ട് കുളിരി കൂടുമല്ലേ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഉല്ലാസേ, സുഹൃത്തല്ലേ? പരമസുഖം. ഉല്ലാസേ, ഞാനെല്ലാം കാണുന്നുണ്ട്. ഉല്ലാസേട്ടൻ ചോദിക്കണേ മണി ഓർഡർ കൊടുക്കാൻ പറ്റുമെന്ന്. നിന്റെ വായിക്കാത്ത ആരും ഇല്ലടാ ഒന്ന്. കിട്ടുണ്ണി ചേട്ടാ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞ് ഇവിടെ ഞങ്ങളൊരു കോൽക്കളിയൊക്കെ കളിച്ച് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കിട്ടുണ്ണി ചേട്ടാ. അല്ലല്ലേ മോനെ ഉല്ലാസേ? എന്താണ് കിട്ടുണ്ണി ചേട്ടാ? വീട്ടിൽ പോയിട്ട് മൺചിത്രത്താഴ് സിനിമയൊന്നും ഇട്ടിട്ട് കാണണം കേട്ടോ. എന്തിനാണ് കിട്ടുണ്ണി ചേട്ടാ? ഒന്ന് കാണ്. ഞാൻ കണ്ടതാണ്, ഒരുപാട് തവണ കണ്ടാണ്. എങ്ങനെയുണ്ട്? നല്ല പടമാണല്ലോ. കിട്ടുന്നേട്ടാ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്ന് ഡൈ ചെയ്തിട്ട് വരണം, നരയൊക്കെ കളഞ്ഞു കേട്ടോ. നീ ഇപ്പോഴും ഇവിടെ ഉണ്ടാടാ? കിട്ടുണ്ണി ചേട്ടാ, ഈ കേടായ ചില സാധനങ്ങൾ നന്നാക്കാൻ വല്ല അങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ടാ കിട്ടുണ്ണി ചേട്ടാ? ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റൂല. ജസീലേ, നീ കേരളത്തിലെ ആണുങ്ങളെ വംശനാശത്തിന് ഇറങ്ങിയൊക്കെയാണോ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. കിട്ടുണ്ണേട്ടാ, ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും ചെയ്തില്ല. നീ ഒന്നും കണ്ടില്ല, പക്ഷെ നാട്ടുകാരെല്ലാം കണ്ട്.
കിട്ടുണ്ണിയേട്ടാ കിട്ടുണ്ണിച്ചേട്ടനെ പറ്റി ഒരു പാട്ടുണ്ടാക്കിയ ഒന്ന് ആലപിച്ചോട്ടെ. നിന്നെ കൊല്ലും ഞാൻ. ഈ ലോകത്ത് നിനക്ക് എന്നെ പറ്റി പാട്ട് പാടാവുള്ളൂ. രാമദ്രോഹി. കിട്ടുണ്ണിച്ചേട്ടാ കൊട്ടേലെന്താണ്? അവന്റെ വാക്യാത്തിട്ട് അടിച്ചോറ ആരെങ്കിലും. കിട്ടുണ്ണി ചേട്ടാ, ആ പറ മക്കളെ. പുരാവസ്തുക്കളൊക്കെ എടുത്തോണ്ട് പോവോ? അതാരാണ്? എന്റെ അടുത്ത് നിപ്പുണ്ട്. ആര്? തങ്കച്ചനാ? കിട്ടുണ്ണി ചേട്ടാ എടുത്തോണ്ട് പോകുമ്പോഴേ ഒന്നെടുത്താ ഒന്ന് ഫ്രീ. അതാര്? എന്നെ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയിക്കാതെ. ഞാൻ പോണില്ല. കിട്ടുണ്ണി ചേട്ടാ, ഈ ഫാൻ മാറ്റി AC ആക്കി കൂടെ? ഒരു മാസം വീട്ടിൽ ഇരുന്ന് തണുപ്പ് കൊണ്ട് പോരെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേലേ ഉള്ളു. എന്നിട്ട് വീണ്ടും തണുപ്പ് കൊള്ളണോ? കിട്ടുണ്ണി ചേട്ടാ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ലടാ, പച്ച പപ്പായ കറയോടുകൂടി വെട്ടിക്കണ്ടിച്ച് തിന്നാ മതി. നിനക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ല കിട്ടുണ്ണിച്ചേട്ടൻ ആരാണ് നീലം മുക്കിയത്? എന്റെ കളർ ഇതാണ്ടാ മോനെ. പ്ലുമെന്നാണോ പേര്? നിനക്കൊരു അറുമ്പാതോരുടെ ഏതെല്ലാം ഇടി തെങ്ങി വിട്ടുണ്ടാ തല വെട്ടിയിരുന്നെങ്കിൽ. ആ ലക്ഷ്മി, നീ പതിവിലും സന്തോഷവതിയായിരിക്കുന്നു. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട ഇങ്ങനെ ചിരിക്കാതിരിക്കുക കിട്ടുണ്ണേട്ടാ. അതെ അതെ, കിട്ടുണ്ണേട്ടനെ കണ്ടപ്പോ ചെറിയൊരു ചിരി വന്നില്ലേ? എനിക്ക് നിന്റെ മുഖം കണ്ടാണ് ചിരി വന്നത്. കിട്ടുണ്ണിച്ചേട്ടാ, ഇവിടെ ഒരു ഐശ്വര്യ എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒന്ന് മിണ്ടിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? അയ്യോ, വാക്യാത്ത് കറണ്ട് എടുപ്പിച്ച പോലും മിണ്ടില്ല മക്കളെ. എന്നെ കൊണ്ടൂല. കിട്ടുണ്ണി ചേട്ടന് ആണാണോ പെണ്ണാണോ? ഞാനോ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്തായിരുന്നു തോന്നുന്നു? അല്ല, എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നില്ല. അതാണ്. ഒന്നും തോന്നൂല നിനക്ക്. അതാണ് നീ ഇപ്പോഴും 55 വയസ്സിൽ കിഴങ്ങ് പോലെ ഇങ്ങനെ നടക്കണത്. ഉല്ലാസേ, ഒഴിവ് സമയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നു മോനെ. ഓ ശരി. മാസശമ്പളമാണോ ദിവസക്കൂലിയാണോ? അങ്ങനെയൊന്നുമില്ല. കിട്ടുന്നതൊക്കെ കിട്ടും പോലെ മേടിക്കും. കിട്ടുണ്ണേട്ടാ, ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഗെയിം കളിക്കണേക്കാളും കിട്ടുണ്ണേട്ടൻ വരണത് കാണാൻ എല്ലാവരുടെ എക്സൈറ്റ്മെന്റ്. എന്താ സമ്മാനം കൊണ്ടുവന്നിട്ടില്ലെന്ന് അറിയാനേ. പിന്നെ കിട്ടുണ്ണേട്ടാ വരുവോ? സമ്മാനമായിട്ട് വരുവോ? എന്നെ തൊടരുത്. ഇല്ലില്ല, എന്നെ തൊട്ടാ എന്റെ എനിക്കറിയാം. എനിക്കറിയാം. തൊട്ടിട്ടില്ല എന്റെ കിട്ടുണ്ണേട്ടാ. ഇന്നലത്തെക്കാളും കുറച്ച് കാലം കൂടുതലുണ്ടോ സംശയം. കണ്ണടയ്ക്കാം. റെഡി, 1 2 3 നോക്കിക്കോളൂ. എല്ലാവർക്കും സമ്മാനം ഇഷ്ടപ്പെട്ടോ? കിട്ടുണ്ണി ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? കിട്ടുണ്ണി ചേട്ടാ പെട്ടിക്കട വല്ലതും നടത്തുന്നുണ്ടോ? അല്ല, ഈ നാരങ്ങ മുട്ടായി, കപ്പലണ്ടി മുട്ടായി, ബീഡി, സിഗരറ്റ് ഇതൊക്കെ കൊണ്ടുവരണേ. ഇത് സൈഡ് വാര കച്ചവടം നടത്തുന്ന പരിപാടി അല്ലേ ഇത്? നിങ്ങൾക്കൊക്കെ പറ്റിയ സമ്മാനമാണ് ഞാൻ കൊണ്ടുവരുന്നത്. തന്നല്ലേ? ഞങ്ങളെ പോലീസ് കൂടി ചാത്താക്കുവോ? ഇല്ല തങ്കച്ച, മുട്ടായി കുറേച്ച തിന്നണം. നിനക്ക് ഷുഗർ 550 ഓർമ്മ വേണം കേട്ടാ. കിട്ടുണ്ണേട്ടാ, നാളെയെങ്കിലും കിട്ടുണ്ണേട്ടൻ ഒരു കാര്യം ചെയ്യണം. നാളെയെങ്കിലും അപ്പുറത്തെ ടീം ഒന്ന് ജയിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മകളെ. അവർക്ക് കഴിവ് വേണം, എന്നാലേ അവര് ജയിക്കൂ. അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ തൂങ്ങി കിടക്കണം ഞാൻ എന്തിനു ചെയ്യാൻ? ശരി കിട്ടുണ്ണേട്ടാ. ഓക്കെ, ടാറ്റാ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഉല്ലാസേ, ഒരു ശ്രദ്ധ വേണം കേട്ടോ. ശ്രദ്ധിച്ചോളാവേ. മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാധാരണയിലേറെയായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്നുണ്ട്. പ്രേക്ഷകരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണു. അതിൽ വലിയൊരു റോള് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഈ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഇനിയും നമ്മുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ജോയിൻ ചെയ്യണം. ആൻഡ് ചേച്ചി, എന്ത് തോന്നി നമ്മുടെ കൂടെ ഇത്രയും ദിവസങ്ങളിൽ ഉണ്ടായപ്പോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ കളിയൊക്കെ കാണുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും സ്റ്റേജ് ഷോ ഒന്നും ഇല്ലായിരുന്നു. നമുക്കൊക്കെ എത്രയോ കൂട്ടായ്മ ഉണ്ടായിട്ടും ഇതുപോലത്തെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്തൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻ്റ് ഒക്കെ തെളിയിക്കാനായിട്ട്. സൂപ്പർ. ഇത് സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് സൂപ്പർ മാജിക് തന്നെയാണ്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് കിട്ടുണ്ണിയെ കാണാൻ പറ്റി. അതൊരു ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ രാത്രി ഉറങ്ങുമോ എന്നുള്ളതാണ് എനിക്ക് ഇച്ചിരി പേടി. അത് മാത്രമേ ഉള്ളൂ. തങ്കച്ചന്റെ മുഖം ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ പേടി അങ്ങ് പോകും. ഞാൻ നിന്നെ ഓർത്ത് കിടന്ന് ഉറങ്ങിക്കോളാം.
നന്നായിരുന്നു കേട്ടോ, എല്ലാവരും നന്നായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ ഒരു പ്രസൻസ് സ്റ്റാർ മാജിക്കിന് കിട്ടിയതും വി ആർ സോ മച്ച് ഓണേർഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അടുത്ത തവണ ഫാമിലി ആയിട്ട് വരണം. ചേച്ചി എല്ലാവരോട്ട് വരെങ്കിൽ ചാട്ടവാറിനൊക്കെ ഒരു ഗീറ കൊണ്ടിട്ട് വാ. എന്റെ ഭർത്താവ് നല്ല മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. അവസാനം പാവ എന്നെ വീട്ടിൽ കയറ്റൂല. സുഖമില്ലാത്ത കുട്ടിയാണ്. ആര് സുഖമില്ലാത്ത കുട്ടിയെ കുറിച്ച് സുഖമില്ലാത്ത കുട്ടിയാണോ പറയുന്നത്? Oh my God. നമ്മുടെ ഫ്ലോറിന് പറ്റിയ ആള് തന്നെ. ആണോ? Thank you so much. Love you a lot. Thank you ചേച്ചി. Thank you for joining. Thank you. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ. ബൈ.